ദൈവത്തിൻ്റെ വിശുദ്ധ നാമത്തിന് വീണ്ടും സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പൽക്കാലക്കും ഈ പുതിയ മാസത്തിന്റെ ആരംഭത്തിൽ തന്നെ ദൈവസന്നിധാനത്തിൽ നമുക്കടുത്ത് വരുവാൻ മറ്റൊരു സന്ദർഭം കൂടെ കർത്താവ് തന്നു. എല്ലാവരെയും വന്ദനം ചൊല്ലുന്നു. ഇന്ന് ഞാൻ ചിന്തിക്കാനായിട്ട് താല്പര്യപ്പെടുന്ന വേദഭാഗം അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ നിന്ന് ഒരു ഭാഗമാണ്. വളരെ പരിചിതമായ ഒരു സബ്ജക്റ്റാണ് ഇന്ന് ഞാൻ സംസാരിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. അതിങ്ങനെയാണ്: വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യമെന്നല്ലാതെ അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുതെന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. ഇവ വർജിച്ച് സൂക്ഷിച്ചുകൊണ്ടാൽ നന്ന് ശുഭമായിരിക്കും. അപ്പോസ്തലന്മാരെ എല്ലാവരും കൂടെ കൂടി എടുത്തൊരു തീരുമാനത്തെക്കുറിച്ചാണ് ഞാനിവിടെ വായിച്ചത്. ദൈവത്തിന്റെ വചനം ശക്തിയോടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അനേക സഭകൾ ഉടലെടുത്തു. ജാതികളുടെ ഇടയിൽ ജാതികളും കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സഭകൾ സ്ഥാപിച്ച് പൗലൂസും തൻ്റെ കൂടെയുള്ളവരും മുന്നോട്ട് നീങ്ങിയപ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന പരീശന്മാരും ശാസ്ത്രിമാരിലും ചിലർ കർത്താവായി യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച പ്രിയപ്പെട്ടവർ പരിച്ഛേദനയൂടെ ചെയ്താൽ മാത്രമേ അവരുടെ രക്ഷ പൂർണ്ണമാകുകയുള്ളൂ എന്ന് പഠിപ്പിക്കുവാൻ തുടങ്ങി. പൗലൂസും ശീലാസും തന്നോടൊപ്പം അല്ലെങ്കിൽ ബർന്നബാസും അങ്ങനെയുള്ള തൻ്റെ സഹപ്രവർത്തകരൊക്കെ അതിനെ എതിർത്തിട്ടും ഇവരുടെ വാദം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ആ സമയത്ത് പൗലോസും ബർന്നബാസും മറ്റ് പ്രിയപ്പെട്ടവരും അങ്ങനെ തന്നോടുകൂടെ താല്പര്യമുള്ള എല്ലാവരും അപ്പോസ്തലന്മാരുടെ അടുക്കൽ വന്ന് ഈ വിവരം പറഞ്ഞു. യെരുശലേമിൽ അവർ എല്ലാവരും കൂടെ യാക്കോബും കൂടെ ഒരുമിച്ച് ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനമാണ് ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. ജാതികൾ എങ്ങനെ ജീവിക്കണം? അവർ വിഗ്രഹാർപ്പിതം ഭക്ഷിക്കരുത്, രക്തം ഭക്ഷിക്കരുത്, ശ്വാസം മുട്ടിച്ചത്തതിനെ ഭക്ഷിക്കരുത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യം എന്നല്ലാതെ അധികമായ ഭാരമൊന്നും ഞങ്ങളുടെ മേൽ ചുമത്തരുതെന്ന് പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്കും ബോധ്യമായി. അപ്പോൾ ഇവരുടെ ഡിസിഷൻ അപ്പോസ്തലന്മാരുടെ ഡിസിഷൻ മാത്രമായിരുന്നില്ല, അത് പരിശുദ്ധാത്മാവിനും ബോധ്യമായി എന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മളൊക്കെയും ഇന്നൊരു ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മൾ ലോജിക്ക് ചിന്തിക്കും. നമ്മളെ എങ്ങനെയാണ് ഇന്നലകളിൽ നടന്നു വന്നതെന്ന് ചിന്തിക്കും. പ്രായമുള്ളവർ വിശ്വസിച്ചിരിക്കുന്നത് എന്താണെന്ന് നാം ഒന്ന് ചിന്തിക്കും. വേദപുസ്തകത്തിൽ എന്തു പറഞ്ഞിരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവിടുന്നും ഇവിടുന്നും വാക്യങ്ങൾ എടുത്ത് നമ്മുടെ സിദ്ധാന്തം തെളിയിക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ അപ്പോസ്തല പ്രവൃത്തി ലൂക്കോസ് പറയാണ് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും ബോധ്യമായി. അപ്പൊ നമ്മുടെ ചിന്താഗതി പലപ്പോഴും പരിശുദ്ധാത്മാവിന് ബോധ്യമായതാണോ എന്നാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നിന്ന് പോയപ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നിറയണം. പരിശുദ്ധാത്മാവ് നിങ്ങളെ മുന്നോട്ട് നയിക്കും. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ആ പരിശുദ്ധാത്മാവ് എന്നേക്കും നിങ്ങളിൽ വസിക്കും. ആ പരിശുദ്ധാത്മാവ് ന്റെ പേര് തന്നെ മറ്റൊരു കാര്യസ്ഥൻ, ഹെൽപ്പർ എന്നാണ്, സഹായി എന്നാണ്. അപ്പോൾ നമ്മളെ സഹായിക്കുവാൻ, നമ്മളെ കംഫോർട്ട് ചെയ്യാൻ കംഫോർട്ടർ എന്ന് മറ്റൊരു പേരാണ്. അത് കഴിഞ്ഞ് നമ്മളെ പഠിപ്പിക്കുവാൻ നമ്മൾക്ക്
ശക്തി ലഭിച്ചിട്ട് സാക്ഷിയാകുവാൻ പാപം എന്താണെന്ന്, നീതി എന്താണെന്ന്, സത്യം എന്താണെന്ന് നമ്മളോട് പറഞ്ഞു തരുവാൻ എല്ലാറ്റിനും അവസാനമായി മഹാദൈവമായി നിങ്ങളെ നടത്തും എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ആഗ്രഹിച്ചത് ഈ പരിശുദ്ധാത്മാവാണ്. യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ തന്റെ ശിഷ്യന്മാരോടുകൂടെ എങ്ങനെ ഇരുന്നുവോ അതുപോലെ തന്നെ പരിശുദ്ധാത്മാവും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം, നിങ്ങളിൽ ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്. പരിശുദ്ധാത്മാവാണ് നിങ്ങളുടെ എല്ലാറ്റിനുമെല്ലാം. ഈ തത്വം പറയുമ്പോൾ നമ്മുടെ ഹെൽപ്പാണ് എന്നാണ് ഒരു പ്രധാന വിഷയം. ഈ ഹെൽപ്പർ എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിന്റെ ആരംഭം തുടങ്ങി അത് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ഞാൻ തക്ക ഹെൽപ്പറെ ഉണ്ടാക്കി കൊടുക്കുമെന്നാണ് ഹവ്വായെ ഉണ്ടാക്കിയിട്ട് ദൈവം ചിന്തിച്ചത്. ഏറ്റവും നല്ല സഹായി. അപ്പോൾ ഒരു ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും എങ്ങനെയാ ഹെൽപ്പായിരിക്കുന്നുവോ അതുപോലെ പരിശുദ്ധാത്മാവ് നമുക്കൊരു ഹെൽപ്പറാണെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പഴയ നിയമത്തിൽ ദൈവം നമ്മുടെ ഹെൽപ്പറാണ് എന്ന് പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണ. അപ്പോൾ ദൈവം പഴയ നിയമത്തിൽ എങ്ങനെ യഹൂദന്മാർക്ക് സഹായി ആയിരുന്നു അതുപോലെ പരിശുദ്ധാത്മാവ് നമുക്ക് സഹായി ആയിരിക്കും എല്ലാ നിലകളിലും എന്നാ യേശു പഠിപ്പിച്ചത്. അത് നമ്മുടെ ജീവിതത്തിൽ ആഴ്ത്തിപ്പതിപ്പിച്ചാൽ മാത്രമേ പരിശുദ്ധാത്മാവ് ഏതെല്ലാം വിധത്തിലാണ് നമുക്ക് സഹായമാകുന്നതെന്ന് ചിന്തിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവ് ഏതെല്ലാം വിധത്തിലാണ് അപ്പോസ്തലന്മാർക്ക് സഹായി ആയതെന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ നോക്കിയാൽ മാത്രമേ നമുക്ക് ശരിയായ രൂപം ലഭിക്കുകയുള്ളൂ. 2-ാം അധ്യായത്തിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു ദൈവത്തിന്റെ വൻകാര്യങ്ങൾ പ്രസ്താവിക്കുന്നത് കേട്ടവരും കണ്ടവരും മനസ്സിലാക്കി. അതാണ് 2-ാം അധ്യായത്തിലെ പ്രധാന വിഷയം. എന്താ? പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവീക മർമ്മങ്ങൾ, വലിയ കാര്യങ്ങൾ നമ്മുടെ ഭാഷയിൽ സംസാരിക്കുന്നത് കേൾക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നാൽ ദൈവത്തിനും ദൈവിക കാര്യങ്ങൾക്കും ദൈവിക പദ്ധതിയുമാണ് പ്രധാനപ്പെട്ട വിഷയം. ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ദൈവിക കാര്യങ്ങളിൽ നാം ഉത്സുകരായിരിക്കും. നമ്മൾക്കറിയാം അത് അവിടെ കൊണ്ട് നിന്നില്ല. അവരെല്ലാവരും അന്യഭാഷ പറഞ്ഞു തുടങ്ങി എന്ന് എഴുതിയിട്ടുണ്ട്. അതൊരു തുടക്കമാണ്. എന്നാൽ പിന്നെ എങ്ങനെയാണ് യാത്ര? അതൊരു തുടക്കം. അപ്പോൾ തുടക്കത്തിൽ നാം നിൽക്കണോ അതോ അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞിരിക്കുന്ന മറ്റ് പ്രവർത്തനങ്ങൾ നമുക്ക് ലഭിക്കണം? 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വലിയൊരു പ്രശ്നത്തെ അഭിമുഖീകരിക്കുക. 3-ാം അധ്യായത്തിൽ പത്രോസും യോഹന്നാനും ഒരു മുടന്തനെ സൗഖ്യമാക്കി. ഇവിടെ വലിയ കോളിളക്കമുണ്ടാക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ അവരെ യേശുവിനെ ഉയർത്തി അവരെ പിടിച്ച് അടിക്കുവാനും ജയിലിലിടുവാനും അധികാരസ്ഥർ തീരുമാനിച്ചു. അവരെ താക്കീതൊക്കെ ചെയ്തു, ഉപദ്രവിച്ച് അടിച്ച് അവരെ പറഞ്ഞു വിട്ടപ്പോൾ അപ്പോസ്തലന്മാർ ഒന്നിച്ചുകൂടി അവരുടെ വിഷയങ്ങൾ പറഞ്ഞു. അവരൊന്നിച്ചു കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവ് അവരെ നിറച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ നിറച്ച ഉടനെ അവർക്ക് ലഭിച്ചത് ആ പ്രതിസന്ധിയുടെ സമയത്ത് നേരെ നിൽക്കുവാൻ ധൈര്യം കൊടുത്തു എന്നാണ് 4-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. അവർക്ക് ധൈര്യം കുറഞ്ഞു പോയി. കാരണം അധികാരികളെല്ലാം അവരെ പിടിച്ചുപദ്രവിച്ച് ജയിലിലിട്ട് ബുദ്ധിമുട്ടിച്ചപ്പോൾ അവരുടെ പ്രശ്നം എന്താണ്? അവർക്ക് ധൈര്യം ഉണ്ടായിരുന്നു. അവര് സാമാന്യരും വിദ്യാഭ്യാസം ഇല്ലാത്തവരായിരുന്നിരുന്നെങ്കിലും അവരുടെ ധൈര്യം കണ്ടപ്പോൾ ഇവർ അതിശയിച്ചു പോയതാണ്. പക്ഷെ ഇവരിപ്പോൾ ഒന്ന് ക്ഷീണിച്ചു.
മടുത്തു പോകുന്ന ഒരവസ്ഥയിലായി അവർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ അവർക്ക് വീണ്ടും ദൈവം ധൈര്യം കൊടുത്തു എന്ന് 4-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവർക്ക് ലഭിച്ചത് ധൈര്യമാണെന്ന് 31-ാം വാക്യത്തിൽ പറയുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. അവർക്ക് നഷ്ടപ്പെട്ട ധൈര്യം തിരിച്ചു കിട്ടി. എന്താ? ഇവരുടെ ധൈര്യം കണ്ടാണ് 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ അധികാരികളൊക്കെ ഭ്രമിക്കുന്നത്. അതെന്താ? ഇവര് സാമാന്യക്കാരാണ്, ഇവര് പഠിപ്പില്ലാത്തവരാണ്, പക്ഷെ അവർ ക്രിസ്തുവിനോടുകൂടെ ഉണ്ടായിരുന്നു. ഇവരുടെ അസാമാന്യമായ ധൈര്യം കാണുകയാണ് എന്നാണ് അവിടുത്തെ വിഷയം. അപ്പോൾ പ്രശ്നങ്ങളും പ്രതിസന്ധിയും വരുമ്പോൾ നഷ്ടപ്പെട്ടു പോയ ധൈര്യം പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുത്തു. പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അവർക്ക് എന്തു വേണമായിരുന്നോ അതാണ് 4-ാം അധ്യായത്തിൽ അവർക്ക് കൊടുത്തത്. ഹെൽപ്പിംഗ് ആണ്. നമ്മുടെ ജീവിതത്തിൽ ഹെൽപ്പറായിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മെ കംഫോർട്ട് ചെയ്യുവാൻ, നമ്മെ നമ്മുടെ നിലയിൽ വിഷമിച്ച് ഭാരപ്പെട്ട് തകർന്നു പോകാതിരിപ്പാൻ എന്താവശ്യമാണോ അതാണ് കൊടുത്തത്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാ ഇടപെടുന്നതെന്ന് നോക്കിക്കേ. 5-ാം അധ്യായത്തിലേക്ക് പോയി. 5-ാം അധ്യായത്തിൽ അനനിയാസും സഫീറയും കൂടെ ഒരു തീരുമാനമെടുത്തു. അവരുടെ വസ്തു വിൽക്കുക, എന്നിട്ട് അതിന്റെ പണം കൊണ്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെക്കുക. എന്നാൽ ഇവരറിയാതെ കുറച്ച് പണമെടുത്ത് ഒളിച്ചു വെക്കുക. എന്തെങ്കിലും അപ്പോസ്തലന്മാർക്ക് കുഴപ്പം പറ്റിയാൽ അവരുടെ കയ്യിൽ ഇച്ചിരി ജീവിക്കാൻ ഒരു വക വേണം. നല്ല ബുദ്ധിയോടുള്ള ഒരു കാര്യമാണെന്ന് നമ്മൾ ചിന്തിക്കാം. നമ്മളെല്ലാവരും അങ്ങനെയൊക്കെയാ ചെയ്യുന്നത്. ദൈവസന്നിധാനത്തിൽ നമുക്ക് വേണ്ടതൊക്കെ മാറ്റി വെച്ച് ശേഷം കുറച്ച് ഒരു സംഖ്യ കൊടുക്കും. പക്ഷേ അവരുടെ ഉള്ളു ശരിയായിരുന്നില്ല എന്ന് അപ്പോസ്തലൻ മനസ്സിലാക്കിയിട്ട് പറയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചത്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ്, നമ്മുടെ കൂടെ ഇരിക്കുവാൻ തന്ന പരിശുദ്ധാത്മാവ്, നമ്മുടെ ജീവിതത്തിൽ ഹെൽപ്പറായിരിക്കേണ്ട ദൈവത്തിനും നമ്മൾക്കും ബോധ്യമായത് ചെയ്യുവാൻ, അതാണല്ലോ നമ്മുടെ വാക്യം. പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്കും ബോധ്യമായി. ഇത് നമ്മൾക്ക് മാത്രം ബോധ്യമായ കാര്യമാണ് അവർ ചെയ്തത്. പരിശുദ്ധാത്മാവിന് ബോധ്യമായില്ല, പക്ഷേ അവർക്ക് ബോധ്യമായി ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അവരത് ചെയ്തു. ഉടനെ പത്രോസ് പറയുന്നത്, നിങ്ങൾ ഞങ്ങളെ കളിപ്പിച്ചു എന്നല്ല, അപ്പോസ്തലന്മാരുടെ മുൻപിൽ മൂടി വെച്ചു എന്നല്ല, അനനിയാസെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ എന്നാ ചോദ്യം. അപ്പോൾ അതൊരു വലിയ ചോദ്യമാണ്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുകയാണ്. ഭാര്യയും ഭർത്താവും 2 വ്യക്തികളായി ഒരു കുടുംബത്തിൽ ജീവിക്കുക. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളിലാണ് വസിക്കുന്നത്. അപ്പോൾ നിങ്ങളിൽ ആ പരിശുദ്ധാത്മാവ് ഉള്ളപ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിന് ബോധ്യമായത് ചെയ്യാതെ നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒത്തത് മാത്രം ചെയ്യുകയാണെങ്കിൽ, പത്രോസ് നമ്മളോട് വിളിച്ചു പറയുന്നത് നിങ്ങളുടെ പദ്ധതി എന്നല്ല, പരിശുദ്ധാത്മാവിന് വിരോധമായി വ്യാജം ചെയ്യുന്നു എന്ന്. അതൊരു വലിയ പ്രശ്നമായ പ്രതിസന്ധിയായി അവരത് കണ്ടു. അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. 2 പേരും വീണ് മരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് പ്രവൃത്തി ആദ്യം തുടങ്ങുന്നത്. പക്ഷേ ദൈവം പിന്നീട് അങ്ങനെ ചെയ്തിട്ടില്ല. കാരണം ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരുത്തനും ശേഷിക്കുകയില്ല. കർത്താവിന് ബോധ്യമായതിന് പകരം, പരിശുദ്ധാത്മാവിന് ബോധ്യമാകുന്നതിന് പകരം അവരെല്ലാം അവനവന് ബോധ്യമായതാ ചെയ്യുന്നത്. അത് 6-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. 6-ാം അധ്യായത്തിൽ ഒരു കുടുംബമല്ല, ഒരുപാട് സ്ത്രീകൾ അവിടെ പ്രശ്നക്കാരായി വരികയാണ്. 2 ഗ്രൂപ്പ് തമ്മിലുള്ള വഴക്കാണ്. എബ്രായ ഭാഷ പറയുന്നവരും യവന ഭാഷ പറയുന്നവരും എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് ഭാഷ പറയുന്നവരും തമ്മിൽ സൗന്ദര്യപ്പണക്കം.
അപ്പോൾ അപ്പോസ്തലന്മാർ തീരുമാനിച്ചു, ഒരു കാര്യം ചെയ്യാം, ഈ പ്രശ്നം പരിഹരിക്കാൻ ചിലരെ തെരഞ്ഞെടുക്കുക. അതിലെ ആദ്യത്തെ ക്വാളിഫിക്കേഷൻ നോക്കിക്കേ. അവരെ തെരഞ്ഞെടുക്കുമ്പോൾ 3-ാം വാക്യത്തിൽ പറയുന്നത്, ആകയാൽ സഹോദരന്മാരെ ആത്മാവും ജ്ഞാനവും. അപ്പോൾ ഏതിനാ പ്രാധാന്യം? ആത്മാവിന്. ആത്മാവ് നിറഞ്ഞവരെ വേണം. എന്തിനാ? വിളമ്പാൻ. ആത്മാവ് നിറഞ്ഞവരെയാണ് അപ്പോസ്തലന്മാർ ആദ്യം തെരഞ്ഞെടുത്തത്. കാരണം എന്താ? മുന്നോട്ടുള്ള ജീവിതം ഇവരുടെ ബുദ്ധിമുട്ടുള്ളതായി മാറി. നമുക്കറിയാം, ആത്മാവ് നിറഞ്ഞാൽ ആത്മാവ് അവരെ നടത്തും. എങ്ങനെ ആ പ്രശ്നം പരിഹരിക്കണം, അവരുടെ നടുവിലുള്ള പ്രതിസന്ധി തീരാൻ ഹെൽപ്പറായി വരും. അവരുടെ ജീവിതത്തിൽ വേണ്ടുന്ന കാര്യവും ഉപദേശങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാക്കും. പിന്നെ സഭയിൽ ആ പ്രോബ്ലം ഉള്ളതായിട്ട് എങ്ങും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവരെ ആത്മാവ് നിറഞ്ഞവരെ തെരഞ്ഞെടുത്തു. 7-ാം അധ്യായത്തിൽ വരുമ്പോൾ അപ്പോസ്തലനായ പത്രോസിനെയോ പൗലൂസിനെയോ യോഹന്നാനെ കുറിച്ചോ അല്ല പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ ഇവരിൽ ഒരുവനായ സ്തെഫാനോസിനെ കുറിച്ച് 6-ാം അധ്യായത്തിലും 7-ാം അധ്യായത്തിലും പറഞ്ഞിരിക്കുന്നു. 6-ാം അധ്യായത്തിൽ പറയുന്നത് അവന്റെ ആത്മാവോട് എതിർത്ത് നിൽപ്പാൻ ആർക്കും കഴിഞ്ഞില്ലെന്ന്. സ്തെഫാനോസിനെ കുറിച്ചാ പറയുന്നത് കേട്ടോ. വലിയ ആൾക്കാരെ കുറിച്ചൊന്നുമല്ല, പത്രോസിനെ കുറിച്ചല്ല, യോഹന്നാനെ കുറിച്ചല്ല, പൗലോസിനെ കുറിച്ചല്ല. വിളമ്പാൻ തെരഞ്ഞെടുത്ത കൂട്ടത്തിൽ ഒരുവനോട് പറയുകയാണ്, അവന്റെ ആത്മാവോട് എതിർത്ത് നിൽക്കുവാൻ കടന്നു വന്ന ഒരു മനുഷ്യനും കഴിഞ്ഞില്ല. അതെ, എന്താണ് കാരണം? അവനെ സഹായിക്കുവാൻ ഈ പരിശുദ്ധാത്മാവ് എപ്പോഴും ഉണ്ടായിരുന്നു. ഇനി 7-ാം അധ്യായത്തിലേക്ക് വന്നേ. 7-ാം അധ്യായത്തിൽ എല്ലാവരും കൂടി സ്തെഫാനോസിനെ കല്ലെറിയാൻ നോക്കിയ. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി കല്ലെറിയുന്നവരെ നോക്കി ശപിച്ചു എന്നല്ല, പിന്നെയോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് നോക്കി. ഈ പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ മാത്രമേ പ്രതിസന്ധിയുടെ സമയത്ത് നമുക്ക് മുകളിലേക്ക് നോക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അവൻ കണ്ടു കർത്താവ് എഴുന്നേറ്റ് നിൽക്കുന്നത് ദൈവ സിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്ത്. ഈ സ്തെഫാനോസിന്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ. കല്ലേറ് കൊള്ളുമ്പോൾ വിഷണനായി, ഭാരപ്പെട്ട്, സങ്കടപ്പെട്ട്, ദേഷ്യപ്പെട്ട്, കോപാകുലനായിട്ടല്ല, ഒരു ദൈവദൂതന്റെ മുഖം പോലെ കണ്ടു എന്നാ എഴുതിയിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇവിടെ എല്ലാം നിങ്ങൾ കാണാം. ഓരോ വ്യക്തികളിലും അവർക്ക് അന്നേരം എന്തു വേണമോ, എന്താണ് ദൈവം അവരെ കുറിച്ച് ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്നത്, അത് കൊടുക്കുക. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ ദൈവം തന്നത് അത് നമ്മുടെ സഹായത്തിനാണ് പറയുന്നത്. ആ സഹായം എല്ലാ വിധത്തിലും നമ്മുടെ ജീവിതം വിജയകരമാകുവാൻ അപ്പോസ്തല പ്രവൃത്തിയിൽ ആ വിജയം നമ്മൾ കാണുന്നു. ഇനി 8-ാം അധ്യായത്തിലേക്ക് വന്നു. 8-ാം അധ്യായത്തിൽ വരുമ്പോൾ നാം കാണുന്നത് ഈ ഫിലിപ്പോസ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആത്മാവ് അവനോട് പറഞ്ഞു, എന്റെ ഈ ഊഷരഭൂമിയിലേക്ക് പോകുവാൻ കർത്താവിന്റെ ഒരു പദ്ധതിയായിരുന്നു. നീ എഴുന്നേറ്റ് പോകാനായിട്ട് അവനോട് പറഞ്ഞപ്പോൾ അവനിങ്ങനെ പോയപ്പോൾ ഒരു രാജ്ഞിയുടെ ധനകാര്യമന്ത്രി യെരൂശലേമിൽ ആരാധിച്ചിട്ട് മടങ്ങിപ്പോവുകയാണ്. ധനകാര്യമന്ത്രി പോകുമ്പോൾ ഒരാളുമായിട്ട് ഒരു കുതിരയും ഓടിച്ചു പോവുകയല്ല. അവിടെ പോകുന്ന വഴിയിൽ കള്ളന്മാരുണ്ട്, കൊള്ളക്കാരുണ്ട്, ഇദ്ദേഹത്തിന് പ്രൗഢിയുണ്ട്. അവരുടെ ഒന്നും കയ്യിൽപ്പെടാതിരിക്കാൻ ഒരു സൈന്യം തന്നെ കാണാം, അല്ലെങ്കിൽ കുറെ പട്ടാളക്കാർ കാണാം, പല രഥങ്ങൾ കാണാം. അല്ല, ഒരു രഥത്തിലായിരിക്കില്ല താൻ പോകുന്നത്. അപ്പോൾ ഏതാണെന്ന്
ഏത് രഥത്തിലാണെന്ന് തനിക്ക് ഉറപ്പില്ലെങ്കിൽ അവിടെ എന്താ പറയുന്നത്? 8-ാം അധ്യായത്തിന്റെ 29-ാം വാക്യത്തിൽ ആത്മാവ് ഫിലിപ്പുസിനോട് നീ അടുത്തി എന്ന് അവനോട് ചേർന്ന് നടക്ക എന്ന് പറഞ്ഞു. ഏത് രഥമാണെന്ന്, എവിടെയാണ് ഈ ഷണ്ണൻ ഇരിക്കുന്നതെന്ന്, ആ രഥത്തോട് ചേർന്ന് നടക്കുവാൻ അവനെ പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചു എന്നാ ഇവിടെ ലൂക്കോസ് നമുക്ക് ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞു തന്നിരിക്കുന്നു. കൺഫ്യൂഷൻ മാറ്റുവാൻ നീ ആത്മാവ് അവനോട് നീ എന്തോ ചെയ്യേ? ഈ രഥത്തോട് ചേർന്ന് നടക്കാൻ. അപ്പോഴാണ് തങ്ങൾ തമ്മിലുള്ള സംസാരവും കേർത്തിയിരുത്തലും ഒക്കെ നടക്കുന്നത്. ഇനി സുവിശേഷമൊക്കെ പറഞ്ഞു കഴിഞ്ഞു, സ്നാനപ്പെടുത്തി. അത് കഴിഞ്ഞ ഉടനെ താൻ ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്. 39-ാം വാക്യം. ഈ മനുഷ്യൻ രഥത്തിൽ ഇങ്ങനെ സന്തോഷിച്ച് മുന്നോട്ട് പോയി. എന്നാൽ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ഇന്നുവരെ സംഭവിക്കാത്ത മറ്റൊരു കാര്യം. പരിശുദ്ധാത്മാവിന് പ്രത്യേകമായ പരിപാടി. ഇന്ന് നമ്മൾ പ്ലെയിനിൽ ടിക്കറ്റ് എടുത്തിട്ട് വേണം പറക്കാൻ. എന്നാൽ ആദ്യമായി പറന്നത് വേദപുസ്തകത്തിൽ പറയുന്നത് ഫിലിപ്പോസാണ്. ആത്മാവ് അവനെ എടുത്തുകൊണ്ടുപോയി. എവിടെ കൊണ്ടുപോയി? അവനെ കണ്ടത് പിന്നെ അവനെ കണ്ടില്ല. ഫിലിപ്പോസിനെ പിന്നെ അസ്തോദിൽ കണ്ടത്രേ. ഈ മരുഭൂമിയില് ഗസയ്ക്കുള്ള നിർജ്ജന പ്രദേശത്ത് നിന്ന് എസ്തോദിലേക്ക് പരിശുദ്ധാത്മാവ് തന്നെ എടുത്തുകൊണ്ടുപോയത്. ഏലിയാവിനെ ആത്മാവ് ശക്തിയോട് ഓടിച്ചതായി നമ്മൾ കേട്ടിട്ടുണ്ട്, കുതിരകളുടെ മുൻപിൽ. പക്ഷേ എടുത്തുകൊണ്ടു പോകുന്ന ഒരാത്മാവിനെ നമ്മൾ ആദ്യമായിട്ടാണ് വേദപുസ്തകത്തിൽ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം എന്താണ്? പരിശുദ്ധാത്മാവ് അവരവർക്ക് എന്താവശ്യമായിരുന്നുവോ അതെല്ലാം പ്രദാനം ചെയ്തു. അവരുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ടുന്നതൊക്കെയും കൊടുത്തു. ഇനി 9-ാം അധ്യായത്തിലേക്ക് വന്നു. ഹനനിയാസിനോട് ദൈവദൂതൻ പറഞ്ഞു, ശൗൽ എന്ന പൗലോസ് അല്ലെങ്കിൽ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, അവന്റെ അടുക്കിലേക്ക് നീ ചെല്ല്. വാദങ്ങളൊക്കെ പറഞ്ഞു. ഹനനിയാസ് വന്നിട്ട് ആദ്യം പറയുന്നത് എന്താ? എന്നെ ദൈവം അയച്ചത് എന്തിനാണെന്നറിയാമോ? ഞാൻ ഇവിടെ വന്നത് നീ പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിനാണ്. 17-ാം വാക്യം 9-17 വായിച്ചാൽ മതി. ശൗലിന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, അവന്റെ മേൽ കൈവച്ചിട്ട് പറയാണ്, ശൗലേ, നിന്റെ പ്രോബ്ലം ശരീരത്തിൽ നിനക്ക് കാഴ്ചയില്ല, അതുകൊണ്ട് നീ കാഴ്ച പ്രാപിക്കുക, പരിശുദ്ധാത്മ പൂർണ്ണനാകാം. അവനെ പരിശുദ്ധാത്മ പൂർണ്ണനായി. അവിടെ മറ്റു വിവരണങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വേറെ പറയുന്നുമില്ല. അവൻ പരിശുദ്ധാത്മ പൂർണ്ണനായി. അപ്പോൾ നമ്മുടെയൊക്കെയും ജീവിതത്തിൽ നാം കണ്ണു കാണാതിരിക്കുമ്പോൾ, കാണേണ്ടതുപോലെ കാണാതിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതം ബുദ്ധിമുട്ടായിരിക്കുമ്പോൾ, പ്രതിസന്ധിയിലായിരിക്കുമ്പോൾ ദൈവാത്മാവെ കൊടുത്ത ഏക കാര്യം അവന് കാഴ്ചയും പരിശുദ്ധാത്മ ശക്തിയുമാണ്. അവൻ കാണണം, അത് ഭൗതിക സൗഖ്യം. എന്നാൽ ഉൾക്കാഴ്ചയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മ പൂർണ്ണനാക്കി. യേശു കർത്താവെന്ന് അവൻ ശക്തിയോട് പിന്നീട് പ്രസംഗിക്കാൻ തുടങ്ങി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇനിയും 10-ാം അധ്യായത്തിലേക്ക് വന്നേ. 10-ാം അധ്യായത്തിൽ വന്നപ്പോൾ പത്രോസ് വിശന്നപ്പോൾ പ്രാർത്ഥിക്കാൻ കയറി മുകളിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദർശനം കണ്ടു. ഒരു തുപ്പട്ടി ഇറങ്ങി വന്നു. ലോകത്തിലുള്ള സകല ഇഴജാതികളും മത്സ്യങ്ങളും മൃഗങ്ങളും എല്ലാം കൂടെ ഒരു കൂട്ടം അതിനെ അറുത്തു ഭക്ഷിക്കാൻ പറഞ്ഞു. 3 പ്രാവശ്യം പറഞ്ഞിട്ടും ഈ ദർശനം കണ്ടിട്ട് തനിക്ക് മനസ്സിലായില്ല. ഞാൻ തിന്നത്തില്ല, ഞാൻ അങ്ങനെ അല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്നൊക്കെ വാദിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു മാറ്റവുമില്ല. അപ്പോൾ എന്താ നോക്കിക്കേ, പരിശുദ്ധാത്മാവ് എന്താ ചെയ്യുന്നതെന്ന്. അതിന്റെ 19-ാം വാക്യം. പത്രോസ് ദർശനത്തെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആത്മാവ് അവനോട്, 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു, നീ എഴുന്നേറ്റ് ഇറങ്ങിച്ചെല്ലുക. ദർശനം 3 പ്രാവശ്യം കാണിച്ചിട്ടും ബോധം വന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, കൺഫ്യൂസ്ഡ് ആണ്.
ആകെ കുഴഞ്ഞിരിക്കുക. അപ്പോൾ ആത്മാവ് വ്യക്തമായി പറഞ്ഞു, 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു, നീ ഇറങ്ങിപ്പോകും അവരുടെ കൂടെ പോകാൻ. ഇനിയും പത്രോസ് അവരുടെ കൂടെ പോയി. യഹൂദന്മാര് വലിയ മിടുക്കന്മാരായി, അവര് മാത്രം ദൈവത്തിന്റെ ജനമായി, ദൈവം വേറെ ആരെയും സ്പർശിക്കാൻ പാടില്ലെന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടരാ. അപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ പകർച്ച ദൈവവചനം കേട്ടുകൊണ്ടിരുന്ന ജാതികളുടെ മേൽ ആദ്യമായി സംഭവിച്ചു. ഇത് കണ്ടുടനെ പത്രോസ് എന്താ പറയുന്നതെന്നറിയാമോ? പത്രോസ് പകർന്നത്, നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിക്കാതിരിക്കാൻ ആർക്ക് കഴിയും? അപ്പോൾ ജാതികളുടെ രക്ഷയും സ്നാനവും പത്രോസിന് തന്നെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ തന്റെ കൂടെ വന്ന ജനങ്ങൾക്കും അംഗീകരിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ദൈവം പരിശുദ്ധാത്മാവിനെ അവർക്ക് കൊടുത്ത് അവരുടെ ജീവിതത്തിൽ ഒരു കൺവിക്ഷൻ കൊടുത്തു. എന്താണ് കൺവിക്ഷൻ? നമ്മെപ്പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ ദൈവം ഇവർക്ക് കൊടുത്തുവെങ്കിൽ ഇവരെയും നമ്മെപ്പോലെ ദൈവം അംഗീകരിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവ് ഈ അവിശ്വാസികളായിരുന്ന, അവിശ്വാസി എന്ന് പറഞ്ഞാൽ ജാതികൾ ദൈവരാജ്യത്തിന്റെ അവകാശികളെന്ന് വിശ്വസിക്കാത്ത യഹൂദന്മാരായ വിശ്വാസികൾ, അവർക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ കാരണമാക്കിയത് ഈ പരിശുദ്ധാത്മാവിന്റെ പകർച്ചയാണ്. ഇവരും ദൈവജനമാണെന്ന് അംഗീകരിപ്പാൻ അവർക്ക് ഏക തെളിവ് അവരുടെ മേൽ വന്ന പരിശുദ്ധാത്മാവിന്റെ പകർച്ചയാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞത്, അന്യഭാഷ വിശ്വാസികൾക്കല്ല അവിശ്വാസികൾക്ക് ഒരു അടയാളമായിരിക്കുന്നു. യഹൂദന്മാർക്ക് അത് അടയാളമായി ദൈവം കൊടുത്തു. എന്ത്? ജാതികളും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുവാൻ ഇടയാക്കി തീർത്തത് അവരുടെ മേലുള്ള പരിശുദ്ധാത്മാവിന്റെ പകർച്ചയായി. അതുകൊണ്ടാണ് അവരെ സ്നാനപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ക്രിസ്തുവിനോട് ചേരുവാൻ അവരെ ഈ യഹൂദന്മാരായ ക്രിസ്ത്യാനികൾ അംഗീകരിച്ച് സഭയുടെ ഭാഗമാക്കിയത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തികളെ നിങ്ങൾ കണ്ടോ? ഇനിയും നിങ്ങൾ 13-ാം അധ്യായത്തിലേക്ക് വന്നേ. 13-ാം അധ്യായത്തിൽ വരുമ്പോൾ അവിടെ അന്ത്യോക്യ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലുക്കിയോസ്, ഇടപ്രഭുവായ ഹെരോദാവിനോടുകൂടെ വളർന്ന മനായേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേശകന്മാരും ഉണ്ടായിരുന്നു. അവർ കർത്താവിനെ ആരാധിച്ചു ഉപസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായി അവരെ വേർതിരിപ്പീനെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞത്രേ. എന്താ? അവിടുത്തെ പ്രധാനപ്പെട്ട ഉപദേശിമാരെ സഭയിൽ നിന്ന് ഉപദേശിയാക്കാതെ ദേശത്തേക്ക് പറഞ്ഞുവിടാൻ അധ്വാനിച്ചതാരാ? ബർന്നബാസും പൗലോസും, സഭ വളരാൻ. മറ്റൊരു ഉപദേഷ്ടകന്മാരാ 2 കറമ്പന്മാരെ. ഒന്ന് ഒരു ഏദോമ്യനായിരിക്കാം, ഹെരോദാവിനോട് കൂടെ വളർന്ന മനായേൽ, നമുക്കറിഞ്ഞുകൂടാ, അവിടെ പറഞ്ഞിട്ടില്ല. ഹെരോദാവ് രാജാവാ, അവനോടുകൂടി വളർന്ന മനായേൽ. ഒരു പരീശനായി എരിവുണ്ടായി സഭയെ നശിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പരീശന്റെ ബാക്ക്ഗ്രൗണ്ടുള്ള ശൗല്, ലേവിയനായ ബർന്നബാസ്. പല ബാക്ക്ഗ്രൗണ്ടുള്ളവര് ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്തപ്പോൾ പരിശുദ്ധാത്മാ അവരോട് സംസാരിക്കുകയാണ്. അവരിൽ പ്രധാനികളായി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള 2 പേരെ പറഞ്ഞുവിടാനാ സഭയിൽ നിന്ന്. ഇന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ, അങ്ങനെ പറഞ്ഞാൽ ഒന്നാമത് നമ്മൾ കേൾക്കുമോ? നമുക്ക് ബോധ്യമാകുമോ? എന്നാൽ ഇതാണ് യൂണിറ്റിയുടെ ബലം. എന്താ? പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, പരിശുദ്ധാത്മാവിന്റെ ആ നല്ല കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കണം. ഇവിടെ സഭ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യാം. നമുക്കിന്ന് ഉപവാസ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ഞാൻ പലയിടത്തും കാണാറുണ്ട് 21 ദിവസം ഉപവാസം. അതിന് ഒരു ഏറ്റവും വലിയ പ്രസംഗകനെ വിളിച്ചോണ്ട് വരും. അദ്ദേഹം 2.5 മണിക്കൂർ നീണ്ട പ്രസംഗം ചെയ്യും. 3 പേര് പ്രാർത്ഥിക്കും, എഴുന്നേറ്റ് പോകും. അതാണ് ഉപവാസ പ്രാർത്ഥന. ഒരു 3 പാട്ട് പാടും,
അത് കഴിഞ്ഞ് ഒരു 2 പേര് പ്രാർത്ഥിക്കും, പ്രസംഗകന്റെ കൊടുക്കും. പ്രസംഗന്റെ കസത്ത് കഴിയും, 2 or 3 പേര് കൂടെ പ്രാർത്ഥിക്കും. ഉപവാസ പ്രാർത്ഥന തീർന്നു. നിങ്ങൾ നോക്കിക്കേ, 21 ദിവസം ഉപവാസം, 21 വലിയ പ്രസംഗകരാ വരുന്നത്. എന്നാ പ്രാർത്ഥിക്കാൻ കഴിവുള്ള എത്ര പേരെ വിളിച്ചോണ്ട് വരും? പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നവരെ നിങ്ങൾ കാണാറേ ഇല്ല. ഉപവാസ പ്രാർത്ഥനയ്ക്ക് പണ്ടൊക്കെ ഉണ്ടായിരുന്നു കാത്തിരിപ്പുകാരെന്ന് പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് കഴിവുള്ളവരെ കൂട്ടിക്കൊണ്ടുവരുമായിരുന്നു. ഇപ്പം പ്രസംഗകരുടെ കൂട്ടത്തിലാണ്. നമുക്ക് തന്നെ, ഞാൻ പുഷ്പയോട് ചോദിച്ചു, എന്തിനാ ഈ 10 പ്രസംഗം വന്ന് ഒരു ദിവസം? 9 എന്നോട് പുഷ്പ പറഞ്ഞു. ഒരു ദിവസം എത്ര പ്രസംഗം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും? ഈ പ്രസംഗമൊക്കെ കേട്ടിട്ട് നമുക്ക് എന്തെങ്കിലും ഗുണം വരുന്നോ? ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് ജീവിതത്തിൽ നമുക്ക് വ്യതിയാനം വരുന്നത്. ഉപവസിക്കുകയാണ് നമുക്ക് വ്യത്യാസം വരുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ പ്രസംഗം വേണം. അപ്പോസ്തലൻ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ധ്യാനത്തിലും ഇരിക്കും. പക്ഷെ കൂടുതലായാൽ എല്ലാം കുഴപ്പമാണ്. ഒന്നും ഓർത്ത് നിൽക്കത്തില്ല. കഴിഞ്ഞ ആഴ്ച ഞാൻ പ്രസംഗിച്ച എന്താണെന്ന് നിങ്ങളോട് ചോദിച്ചാൽ എത്ര പേര് അതിന്റെ ഒരു പോയിന്റെങ്കിലും ഓർക്കും? ഓർക്കയില്ല. പ്രത്യേകിച്ച് പ്രായം കൂടെ ആയിരിക്കും. ഇന്ന് രാവിലെ പ്രസംഗിച്ചത് എത്ര പേർക്കുണ്ടെന്ന് ചോദിച്ചാൽ നല്ല ഉണർവായിരുന്നു എന്ന് പറയും. ഇതിൽ കൂടുതലൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ 2, 3, 4 പ്രസംഗത്തിൽ കൂടുതൽ ഒരിക്കലും ഒരു ദിവസം കേൾക്കരുത്. പ്രാർത്ഥിക്കുവാൻ വേണ്ടി നാം സമയമെടുക്കണം. പ്രാർത്ഥനയാണ് നമ്മുടെ രക്തം, ഓക്സിജൻ. കാരണം എന്തോ ചെയ്തു? ഏലിയാവും പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. അവൻ പ്രാർത്ഥിച്ചു മഴ പെയ്യാതിരിക്കാൻ. അവൻ പ്രാർത്ഥിച്ചു മഴ പെയ്യാൻ. 1 അല്ല 7 വട്ടം അവൻ പറഞ്ഞു വിട്ടു. പ്രാർത്ഥനയാണ് നമ്മുടെ ശക്തി. പ്രസംഗം വേണോ? വേണം. വേണ്ടാന്ന് ഞാൻ പറയത്തില്ല. അത് അതിന്റെ പരിധി നമുക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിൽ എടുക്കണം. ഈ പ്രസംഗം എല്ലാം കൂടെ കേട്ടിട്ട് എന്തെടുത്തു? രാവിലെ ഇന്ന് പത്രം കേട്ടു, ഇത് 4ാമത്തെയാണെന്ന് എന്റെ ചിന്ത. എന്തോ ചെയ്യും? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഹാരം കഴിക്കാനായിട്ട് രാവിലെ എണ്ണിച്ചു 6 മണിക്കൊരു ബ്രേക്ക്ഫാസ്റ്റ്, 7 മണിക്കൊരു ബ്രേക്ക്ഫാസ്റ്റ്, 8 മണിക്കൊരു ബ്രേക്ക്ഫാസ്റ്റ്, 9 മണിക്കൊരു ബ്രേക്ക്ഫാസ്റ്റ്, 10 മണിക്കൊരു ബ്രേക്ക്ഫാസ്റ്റ്. എത്ര പ്രാവശ്യം നിങ്ങൾ കഴിക്കും? ഉൾക്കൊള്ളും. അത് ശരീരത്തിന് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ലെങ്കിൽ ആത്മാവിനും അത്രയൊക്കെ പറ്റുള്ളൂ. ഇവര് പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, ധ്യാനിച്ചു വരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞത് വലിയ പ്രശ്നമുള്ള കാര്യമാണ്. ഈ സഭയിലെ ഏറ്റവും പ്രധാനിയെ, സഭയെ വലുതാക്കിയ ശക്തന്മാരായവരെ പറഞ്ഞുവിടാൻ അവര് പറഞ്ഞു വിട്ടു. അതിന്റെ 4ാം വാക്യം വായിച്ചേ. 13ാം അധ്യായത്തിന്റെ 4ാം വാക്യം. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട്. എന്താ? ആരാ പറഞ്ഞു വിട്ട്? പരിശുദ്ധാത്മാവ്. അവർക്ക് പറഞ്ഞു വിട്ടത് സഭയും അവിടെയുള്ള ഈ 3 പേരുമാണ്. പ്രധാനികളായി 3 പേര് പറഞ്ഞല്ലോ. പൗലോസും ബർന്നബാസും കഴിഞ്ഞാൽ പിന്നെ 3 പേരുണ്ട്. ആരൊക്കെ? നിഗൾ, ശിമോൻ, മനേൽ. അവരുടെ പേരൊന്നും പ്രസക്തിയില്ല. അവരാണ് കൈവച്ച് പറഞ്ഞു വിട്ടത്. ഇന്ന് വലിയവരുടെ തലയില് കൊച്ചുപേര്, പേരില്ലാത്തവര് കൈവച്ചാൽ അന്നേരം തീർന്നില്ലേ? പൗലോസിന്റെയും ബർന്നബാസിന്റെയും മുകളിൽ കൈവച്ച് പ്രാർത്ഥിച്ചു വിട്ടതാരാ? ശിമയോനും നിഗറും മനായേലും. ആരെങ്കിലും സമ്മതിക്കുമോ? ഇന്ന് പരിശുദ്ധാത്മാവ് ഉള്ളിലില്ലെന്നേ ഉള്ളൂ. അതിന്റെ കാരണം വേറെ ഏതോ ആത്മാവാ. അഹങ്കാരത്തിന്റെ ആത്മാവാ, ഈഗോയുടെ ആത്മാവാ, മറ്റ് പല ആത്മാക്കളാ. ഞാൻ വലിയവനാണെന്നുള്ള ചിന്ത. യേശു എന്താ ചെയ്തത്? അയ്യോ, ഇപ്പോൾ സമ്മതിക്ക. നീ പറയുന്നു നീയാണ് സ്നാനത്തിന് അർഹൻ, ഞാൻ നിന്നെ സ്നാനപ്പെടുത്തണമെന്ന. യേശു എന്താ പറഞ്ഞു? ഇത് ദൈവത്തിന്റെ പദ്ധതിയാ കുഞ്ഞെ, താഴ്ത്തി കൊടുക്കുന്നത്. ദൈവപുത്രൻ യോഹന്നാന്റെ കൈക്കീഴില്ല സ്നാനപ്പെട്ടത്. ദൈവപുത്രൻ യോഹന്നാനെ അല്ല സ്നാനപ്പെടുത്തിയത്. പൗലൂസിനെയും ബർന്നബാസിനെയും കൈവച്ചത് ഈ പാപങ്ങളാ. അവരുടെ മുകളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നു. അവരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുമായിരുന്നു. അവർ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുമായിരുന്നു. അവർക്ക് ഇതൊരു പ്രശ്നമായിരുന്നില്ല.
പറഞ്ഞു വിട്ടത് പരിശുദ്ധാത്മാവാണത്രേ. പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞു വിട്ടു. നിങ്ങൾ നോക്കിക്കേ, 13-ാം അധ്യായത്തിൽ അവർ മുന്നോട്ട് പോയപ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ടായി. ഒരുത്തൻ ദൈവത്തിന്റെ വചനത്തിന് എതിരായി നിന്നപ്പോൾ അവൻ എന്താ ചെയ്തതെന്നറിയോ? 13-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം. അപ്പോൾ പൗലോസ് എന്നു പേരുള്ള ശൗൽ പരിശുദ്ധാത്മപൂർണനായി അവനെ വിട്ടുനോക്കി. നമ്മളാണ് കോപവും ആർഗ്യുമെന്റും കൂടെ ഒക്കെ പോകും. പക്ഷേ അവിടെ സംഭവിച്ചത് എന്താ? പരിശുദ്ധാത്മപൂർണനായി. അപ്പോൾ ഞാൻ എന്റെ വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. പ്രിയമുള്ള ദൈവജനമേ, 15-ാം അധ്യായത്തിൽ വന്നപ്പോൾ എന്താ സംഭവിക്കുന്നത്? അപ്പോസ്തലന്മാരെല്ലാം ഒരുപോലെ പറയാ, പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും ബോധ്യമായി. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം പരിശുദ്ധാത്മാവ് മാക്സിമം കാണുന്നത് അന്യഭാഷയിൽ സംസാരിക്കുന്നതാണ്. അതിനങ്ങേപ്പുറത്ത് ഒരു പരിപാടിയില്ല. അത് പറഞ്ഞ് തുടങ്ങിയതാ കേട്ടോ, അത് തുടക്കമായിരുന്നു. ഇതാണ് മുന്നോട്ടുള്ള യാത്രയിൽ ഇവർക്ക് സംഭവിച്ചത്. ഇതിലേതെങ്കിലും ഒരു കാര്യം എപ്പോഴെങ്കിലും ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നെ കേൾക്കുന്ന? എല്ലാമൊന്നും വേണ്ട, ഓരണ്ട. അന്യഭാഷയിൽ പറഞ്ഞു തുടങ്ങിയവരായി ഇവരെ. പക്ഷെ അവസാനിക്കുന്നത് ഇങ്ങനെയുള്ളിടത്താ, മുന്നോട്ട് പോകുന്നത് ഇങ്ങനെയുള്ളിടത്താ. പരിശുദ്ധാത്മാവിന് ബോധ്യമായ കാര്യങ്ങളാണ് സഭ ചെയ്യുന്നത്. ഇവിടെ ആരാ? യാക്കോബാണ് കൺക്ലൂഡ് ചെയ്യുന്നത്, ഈ വചനം പറയുന്നത്. യാക്കോബ് ആരാ? ഇന്നലെ വന്നവനാ. സഭ തുടങ്ങാനായിട്ട് യേശുക്രിസ്തു അധികാരപ്പെടുത്തത് പത്രോസിനെ. പത്രോസേ, നീ എനിക്ക് ഞാൻ സ്വർഗത്തിന്റെ വാതില് താക്കോല് തരുന്നു, എന്തൊക്കെയാ പറഞ്ഞത്. പക്ഷേ പത്രോസിന്റെ മുകളിൽ കയറി അവസാനത്തെ വാക്ക് പറയുന്നത് യാക്കോബാ. അവിടെ ഒരു വഴക്കുമില്ല, അവിടെ ഒരു പ്രശ്നവുമില്ല, അവിടെ ഒരു പ്രതിസന്ധിയുമില്ല. കാരണം എന്താണെന്നറിയാമോ? ഇവരെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. ഇവരെ നയിക്കുന്നത് ദൈവത്തിന്റെ പദ്ധതികളാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഈ 3 അന്യഭാഷ പറയാൻ മാത്രം നമ്മൾ അതിനെ ആദ്യത്തെ പടിയായി ദൈവാത്മാവ് കൊടുത്തതിൽ നിന്ന് മുന്നോട്ട് പോകാറില്ല. അതിന് ഞാൻ നല്ലൊരു ഉദാഹരണം പറയാം വേദപുസ്തകത്തിൽ നിന്ന്. എസെക്കിയേൽ പ്രവചനത്തിൽ ഒരു വലിയ നദിയുടെ കരയ്ക്ക് പ്രവാചകനെ കൊണ്ടുപോയിട്ട് മുന്നോട്ട് നയിച്ചു. ആദ്യമേ നയിച്ചത് പൊത്തയോളം വെള്ളമുള്ളിടത്താണ്. അവിടെ നിന്ന് തുള്ളിച്ചാടിയിട്ട് ഞങ്ങൾ നദിയിലിറങ്ങി എന്ന് പറയുന്ന അനുഭവമാണ് നമ്മളിൽ മിക്ക പേർക്കും. എത്രേ പോയിട്ടുള്ളൂ? പൊത്ത വരെ, കാലിന്റെ പൊത്ത വരെ നനഞ്ഞു. എന്നിട്ട് നമ്മൾ പറയുന്നത് വലിയ വലിയ കാര്യമാ. എന്നിട്ട് പിന്നെ എങ്ങോട്ടാ? പിന്നെ മുട്ടോളമാ. അവിടെ പോണെങ്കിൽ 1000 മുഴ മുന്നോട്ട് പോകണം. ഒറ്റ സ്റ്റെപ്പല്ല. നിങ്ങൾ ഒരു ദിവസം നടക്കാൻ തന്നെ 1000 മുഴമെന്ന് പറയുന്നത് ഏകദേശം 300 അടി, 3000 അടിയാ. 1000 മുഴമ, അല്ലെങ്കിൽ 1.5 അടിയെന്നും പറയുന്നവരുണ്ട്. അപ്പോൾ തന്നെ 1500 അടിയായി. പിന്നെ അരയോളം, അപ്പോഴും എത്രയായി? 3000 ആയി. 1500. പിന്നെ മുന്നോട്ട് പോവുക. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാതെ ആരും സംസാരിക്കണ്ട. മുന്നോട്ട് പോകാതെ ഒരു പരിപാടിയില്ല. പൊത്ത വരെ മുങ്ങുന്നിടത്ത്, നരിയാണിയോളം മുങ്ങുന്നിടത്ത് നിന്നാൽ ഞാൻ വെള്ളത്തിൽ തൊട്ടു എന്ന് പറയാം. പക്ഷേ മുട്ടോളം പോകണം, അരയോളം പോകണം, മൂക്കോളം പോകണം. നീന്തിക്കളിക്കുന്ന അനുഭവത്തിലേക്ക് മുങ്ങി താഴുന്ന ഒരനുഭവത്തിലേക്ക് പോകണം. പക്ഷേ വെള്ളത്തിലിറങ്ങി നരിയാണിയോളമായിട്ട് നമ്മൾ വലിയ സന്തോഷിക്കുന്ന കൊച്ചു പിള്ളേർ വെള്ളത്തിലിറങ്ങി തുള്ളിച്ചാടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അവര് മുന്നോട്ടൊന്നും പോകത്തില്ല, വെള്ളത്തിലോട്ട് ഇറങ്ങിയിട്ട് കിടന്നിങ്ങനെ തുള്ളിച്ചാടും. അതല്ലേ നമ്മൾ ചെയ്യുന്നത്? ഈ അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് സഹായിയായി ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ചെയ്യുമെന്ന്
നമുക്ക് ഇന്ന് വരെ ഒരു ബോധ്യമുണ്ടോ? ഇതൊക്കെ നമുക്ക് വായിച്ചു വിടാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുന്നതാണ്. അപ്പോസ്തലന്മാർക്ക് തോന്നി, അതേ കാര്യം പരിശുദ്ധാത്മാവിനും തോന്നി. നിങ്ങൾ നോക്കേ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. പത്രോസിനെ ഈ ദർശനം കൊടുത്ത അതേ ദൈവം കൊർന്നല്യോസിനും ഒരു ദർശനം കൊടുത്തു. എന്താ? ഒരേ കാര്യം. അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. ഹനനിയാസിനോട് സംസാരിച്ച അതേ ദൈവം ശൗലിനെ പ്രാർത്ഥനയിൽ നിരതനായി നീ ഇന്നാരുടെ വീട്ടിൽ പോയി ഇരിക്കാൻ പറഞ്ഞു വിട്ടു. അല്ലേ? ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ട പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. അത് ഞങ്ങൾക്കും പരിശുദ്ധാത്മാവിനും ഒരുപോലെ തോന്നണം. ദൈവപ്രവൃത്തി നമ്മളിൽ യാഥാർത്ഥ്യമാകണമെങ്കിൽ നമ്മുടെ ജീവിതം പരിശുദ്ധാത്മാവിന് ബോധ്യം വരണം. നമ്മൾ ചെയ്യുന്നത് ദൈവപ്രവൃത്തി, നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടമാണോ, നമ്മൾ ചെയ്യുന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണോ? കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ നിങ്ങളെ പിടിച്ചുകൊണ്ട് പോകും, പക്ഷേ നിങ്ങൾ എന്ത് സംസാരിക്കുമെന്ന് വിഷമിക്കേണ്ട ആവശ്യമില്ല, ദൈവാത്മാവ് നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാം വായിക്കുന്നതിനും അങ്ങേപ്പുറത്ത് കാര്യം പരിശുദ്ധാത്മാവിനാൽ സാധിക്കുമെന്ന് കർത്താവ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതം ശ്രേഷ്ഠമാക്കി തീർക്കുവാൻ മഹാദൈവം നമ്മളിൽ വസിക്കുകയാണ്. ആ മഹാദൈവം നമ്മുടെ സഹായിയാണ്, നമ്മുടെ കംഫോർട്ടറാണ്, നമ്മുടെ ശക്തിയാണ്, നമ്മുടെ ധൈര്യമാണ്, നമ്മുടെ അധ്യാപകനാണ്, നമുക്ക് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തുന്നവനാണ്. നമ്മുടെ ജീവിതം എങ്ങനെയുണ്ട് എന്നൊന്ന് നോക്കണ്ടേ? പരിശുദ്ധാത്മാവിന് ബോധ്യമായതാണോ നമ്മുടെ ഡിസിഷൻ, നമ്മുടെ മുന്നോട്ടുള്ള യാത്ര നമുക്ക് യോജിച്ചതാണോ, നമ്മുടെ സഭ പറയുന്നതാണോ, നമ്മുടെ ട്രഡീഷനാണോ, നമ്മുടെ കൾച്ചറാണോ, അതോ നാം കേട്ട് കണ്ട് പഴകിയ ജീവിതശൈലിയാണോ? അതോ പരിശുദ്ധാത്മാവിന് ബോധ്യമായ കാര്യമാണോ നാം ചെയ്യുന്നത്? പരിശുദ്ധാത്മാവിന് ബോധ്യമായതെങ്കിൽ മാത്രമേ നമ്മളിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതിരിക്കാൻ കഴിയുള്ളൂ. എന്താ വചനം പറയുന്നത്? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. നിങ്ങളെ ഒരാൾ ദുഃഖിപ്പിച്ചാൽ നിങ്ങളുടെ മനം എന്താ ചെയ്യും? വിഷമിക്കും. അതാ പറഞ്ഞത്, കെടുത്തു പോകും, ശക്തി പ്രവർത്തിത രീതിയിലേക്ക് വരികയില്ല. ദുഃഖിപ്പിച്ചാൽ നമ്മൾ ഉള്ളത് കുത്തിയിരിക്കും, പിന്നെ മിണ്ടത്തില്ല. അപ്പോൾ പിന്നെ കെടുത്തിക്കളയും, ശക്തി അത് പ്രവർത്തിക്കയില്ല. അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്ന വേദപുസ്തകത്തിൽ? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനെ കെടുത്തരുത്. നമ്മളിൽ പരിശുദ്ധാത്മാവ് ആളിക്കത്തുകയാണോ അതോ കെടുത്ത് കെട്ടി കിടക്കുകയാണോ? കാരണം എന്താ? പരിശുദ്ധാത്മാവിന് സന്തോഷമുള്ള ബോധ്യമായ കാര്യങ്ങൾ നാം ചെയ്യാതെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന അവസ്ഥയാണോ? പരിശുദ്ധാത്മാവിൽ എന്റെ ഉള്ളം കർത്താവിൽ സന്തോഷിക്കുന്നുവെന്ന് മേരി പറഞ്ഞതുപോലെ. കാരണം എന്താ? നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരും, അവിടെ ഒരു കുഞ്ഞു ജനിക്കും. അപ്പോൾ എന്താ മറിയ പറയുന്നത്? അയ്യോ, ഞാൻ എന്റെ ഉള്ളം സന്തോഷിക്കുന്നു, എന്റെ ഉള്ളം കർത്താവിനെ വാഴ്ത്തുന്നു. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. നിന്റെ ജീവിതം പ്രതിസന്ധിയുടെ സമയത്ത്, പ്രശ്നങ്ങളുടെ സമയത്ത് അത് നിനക്ക് സന്തോഷമായി മാറും, നിന്റെ ജീവിതത്തിന്റെ ബലമായി മാറും. ഈ ക്രൂശിന്റെ ചുവട്ടിൽ അവളെ എത്തിച്ചത് അപ്പോസ്തലന്മാർക്ക് കഴിയാഞ്ഞത്. നമ്മുടെ യോഹന്നാൻ അവിടെ എത്തിയത് മഹാപുരോഹിതനുമായി അവന് ബന്ധമുണ്ടായിരുന്നത് കൊണ്ട് പത്രോസിനെ കൂട്ടിക്കൊണ്ടുപോയെന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ താൻ
അവിടെ ക്രൂശിന്റെ ചുവട്ടിൽ ചെന്നാൽ തനിക്കൊന്നും സംഭവിക്കത്തില്ല. കാരണം മഹാപുരോഹിതനുമായി ബന്ധമുണ്ട്. എന്താ കാരണമെന്നൊന്നും നമുക്കറിയത്തില്ല. എന്നാൽ ഈ സ്ത്രീകൾ വന്നത്, ഈ അമ്പ വന്നതോ എന്താ കാരണം? അതൊരു പ്രത്യേകതയല്ലേ? വേറെ ആരുമില്ല. യോഹന്നാനെ നമ്മൾ കാണുന്നുണ്ട്. എല്ലാവരും അത് ഓർക്കോ, യോഹന്നാൻ വന്നല്ലോ. പക്ഷേ മഹാപുരോഹിതനുമായി ബന്ധമുള്ളത് കൊണ്ട് പത്രോസിനെ കൂട്ടിക്കൊണ്ടു പോകാൻ തനിക്ക് നേരത്തെ കഴിഞ്ഞു. അപ്പോൾ ഇവിടെയും ആ സ്വാധീനം ഉപയോഗിച്ചായിരിക്കാം താൻ വന്നത്. എന്നാൽ അമ്മയോ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും എന്നുള്ള ആ ശക്തി, ആ പഴയ അനുഭവം. പക്ഷേ അവര് 120 കൂടെ പിന്നെയും ഇരുന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അവരുടെ ജീവിതം തുടങ്ങിയതാണ്. ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ടവരെ, നമ്മൾ പരിശുദ്ധാത്മാവിനെ കെടുത്തുന്നവരാണോ? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരാണോ? പരിശുദ്ധാത്മാവിന് ബോധ്യമായതാണോ നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്നത്? അത് 3 അന്യഭാഷ പറഞ്ഞ് കുത്തിയിരിക്കുന്നവരാണോ? നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടി കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്ന വേലക്കൊത്തവണ്ണം അത് വർദ്ധിച്ചു വരുവാൻ, നമുക്ക് തന്നിരിക്കുന്ന കൃപയെ ജ്വലിപ്പിക്കുവാൻ നമ്മളെ കൊണ്ട് കഴിയുന്നുണ്ടോ? അതോ വെറും തത്വത്തിൽ പറഞ്ഞ് നാം ആയിരിക്കുന്നവരാണോ? യേശു പോകാൻ നേരത്തെ ഈ ദുഷ്ടമായ ലോകത്തിൽ നീറോ എന്ന് പറയുന്ന ദുഷ്ടനായ ഭരണകാര്യാധികാരി ഭരിച്ചാലും അതിന്റെ നടുവിൽ ദൈവസഭ നിലനിൽക്കണമെങ്കിൽ അവർക്ക് പണം കൊടുത്തത് കൊണ്ടോ അവർക്ക് എന്തെങ്കിലും പഠിപ്പിച്ചത് കൊണ്ടോ കാര്യമാകില്ലെന്ന് മനസ്സിലാക്കിയ കർത്താവ് തങ്ങളോടുകൂടെ ഇരുന്ന് തങ്ങളുടെ ജീവിതത്തിന്റെ സഹായിയായി, തങ്ങളുടെ ജീവിതത്തിന്റെ ബലമായി, ധൈര്യമായി, കംഫോർട്ടറായി അവരോടുകൂടി എന്നേക്കും ഇരിക്കുന്ന, സത്യത്തിലും നീതിയിലും നടത്തുന്ന മഹാദൈവമായ പരിശുദ്ധാത്മാവിനെയാണ് ദൈവം വാഗ്ദാനം ചെയ്തത്. ആ പരിശുദ്ധാത്മാവ് ഇത്രയും അവൈലബിലിറ്റി ആയി നമ്മളിലുള്ളപ്പോൾ നമ്മുടെ ജീവിതത്തിൽ അപ്പോസ്തലന്മാർക്ക് ഈ 1-ാം അധ്യായം തുടങ്ങി, ഞാൻ ഒരുപാട് കാര്യമുണ്ട്, ഞാൻ ഇത്രയും തെരഞ്ഞെടുത്തതേ ഉള്ളൂ. ഇത്രയും കാര്യം അവർക്ക് 1-ാം നൂറ്റാണ്ടിൽ ദൈവം ചെയ്തുവെങ്കിൽ അതേ ദൈവം മാറ്റമില്ലാത്തവൻ, ഗതിഭേദമില്ലാത്തവൻ, കാലം കൊണ്ട് പഴക്കം വരാത്തവൻ ഇന്നും നമ്മളിൽ വസിച്ചാൽ എന്തുകൊണ്ട് അതേ പരിശുദ്ധാത്മാവ് കർത്താനും വാഗ്ദാനം ചെയ്തതും അപ്പോസ്തലന്മാർ സന്തോഷിച്ചതും അവരുടെ ജീവിതം വിജയകരമാക്കിയതുമായ അതേ ആത്മാവ്, ഇന്നലെയും ഇന്നും അനന്യനായ അതേ പരിശുദ്ധാത്മാവ്, പോഷ്ക്ക് പറവാൻ കഴിയാത്ത പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുകയില്ലേ? നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിക്കാം. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുവാൻ പോകുകയാണ്. നമ്മളിൽ പരിശുദ്ധാത്മാവ് ജ്വലിക്കുകയാണോ അതോ കെട്ടിരിക്കുകയാണോ? നാം പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കുന്നവരാണോ, ബോധ്യപ്പെടുത്തുന്നവരാണോ, അതോ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നവരാണോ? നമ്മളാണ് ഇത് കണ്ടെത്തേണ്ടത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നിന്നിൽ ലഭിച്ച കൃപകളൊക്കെ നീ ജ്വലിപ്പിക്കുന്നവനായിരിക്കണം. അല്ലാതെ നിന്റെ ജീവിതത്തിൽ കെടുത്തുവാൻ പാടില്ല, ദുഃഖിപ്പിക്കുവാൻ പാടില്ല. പരിശുദ്ധാത്മാവിന് ബോധ്യമാകട്ടെ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന്. നമ്മുടെ തീരുമാനങ്ങൾ, നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തികൾ ദൈവത്തിന് മഹത്വമായിരിക്കട്ടെ, മറ്റുള്ളവർക്ക് ഉപകാരമായിരിക്കട്ടെ. കർത്താവിനെ നടത്തിയത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിന്റെ ശക്തിയോട് അവൻ യോർദാൻ വിട്ടു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയോട് അവൻ ഗലീലയിലേക്ക് മടങ്ങി വന്നു. പരിശുദ്ധാത്മാവ് അവനെ നിയന്ത്രിച്ചു. എന്താണ് പത്രോസ് ഒറ്റവാചകത്തിൽ പറഞ്ഞിരിക്കുന്നത്? നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അതുകൊണ്ട് അവൻ നന്മ ചെയ്തു, ചുറ്റി നടന്നു, ഭൂതങ്ങളെ പുറത്താക്കി, ദൈവരാജ്യം പ്രസംഗിച്ചു. എന്തൊക്കെയാ? ചുറ്റി നടന്നു, ഭൂതങ്ങളെ പുറത്താക്കി, ദൈവരാജ്യം പ്രസംഗിച്ചു, രോഗികളെ സൗഖ്യമാക്കി. കാരണം എന്താ? ദൈവം പരിശുദ്ധാത്മാവിനും ശക്തിയാലും അഭിഷേകം ചെയ്തു. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ യേശു നടന്നു, അപ്പോസ്തലന്മാര് നടന്നു, സ്തെഫാനോസ് നടന്നു, ഫിലിപ്പോസ് നടന്നു, പൗലോസ് നടന്നു,
ബർന്നബാസ് നടന്നു, നീഗറും ശിമിയോനും മലയിലും നടന്നു. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടാണ് അടികൊണ്ടപ്പോൾ പാട്ടുപാടുവാൻ കാരാഗ്രഹത്തിൽ ശീലാസിനെയും പൗലൂസിനെയും ദൈവം സഹായിച്ചത്. അതേ പരിശുദ്ധാത്മാവാണ് നാളെ കൊല്ലുമെന്ന് പറഞ്ഞ് കാവലാക്കിയ പത്രോസിന് ഉറങ്ങാനിടയാക്കിയത്, ആരാധിക്കാനിടയാക്കിയത്. അതേ പരിശുദ്ധാത്മാവായിരിക്കാം ഈ പത്രോസിനെ കാരാഗ്രഹത്തിൽ ഉറങ്ങാൻ, കഠിനമായി ഉറങ്ങുവാൻ, ഗേറ്റൊക്കെ കടന്നിട്ടും ആ ഉറക്കത്തിന്റെ ആ കാഠിന്യം നിമിത്തം നടക്കുകയാണെന്ന് തോന്നാത്ത വിധത്തിലുള്ള ഉറക്കം കൊടുത്തതും അതേ ആത്മാവായിരിക്കാം. അപ്പോൾ നമ്മൾ വെറും പാട്ടുപാടുന്നത് മാത്രം കാണുമ്പോൾ ജീവിതത്തിന്റെ മറ്റേ ഭാഗത്ത് അസ്വസ്ഥമായിരിക്കേണ്ട സമയത്ത് മരണം നാളെ വരുമെന്ന് കണ്ടിട്ടും ഉറങ്ങുവാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമാക്കി മാറ്റിയ പത്രോസിനെയും 12-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കട്ടെ. ജീവിതത്തിൽ എന്താണ് നിനക്ക് വേണ്ടതോ, എവിടെയാണ് നിനക്ക് ശക്തി വേണ്ടത്, എവിടെയാണ് കൃപ വേണ്ടത്, എവിടെയാണ് ബുദ്ധി വേണ്ടത്, എവിടെയാണ് ധൈര്യം വേണ്ടത്, എവിടെയാണ് വഴി നടക്കേണ്ടപ്പോൾ വെളിച്ചമാകേണ്ടത്, ഇതെല്ലാം പരിശുദ്ധാത്മാവ് സഹായിയായി നൽകുമെന്ന് കർത്താവ് പറയുകയും അപ്പോസ്തലന്മാർ അനുഭവിക്കുകയും ചെയ്തത് നമ്മുടെയും ജീവിതത്തിൽ നമുക്കുണ്ടോ? അതോ കെട്ടുകിടക്കുകയാണോ? ദുഃഖിച്ചിരിക്കുകയാണോ? പരിശുദ്ധാത്മാവിന് ബോധ്യമായതാണോ നാം ചെയ്യുന്നത്? നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നിന്റെ വചനം നീ എഴുതിയത് നിന്റെ ആത്മാവിലാണ്. അത് ഞങ്ങൾക്കുള്ളതുപോലെ ഗ്രഹിക്കുവാൻ ഞങ്ങളെ നീ പ്രാപ്തരാക്കണം. ഇന്ന് പകൽക്കാലം അടിയനെ കേട്ടത് നിന്റെ മക്കൾ ആരാണെന്നൊന്നും അടിയൻ അറിഞ്ഞുകൂടാ. പരിശുദ്ധാത്മാവിന് ഞങ്ങളോട് കൂടെ ഇരിപ്പാൻ, ഞങ്ങളെ സഹായിപ്പാൻ, ഞങ്ങളെ കംഫർട്ട് ചെയ്യുവാൻ, ഞങ്ങളെ ശക്തീകരിക്കുവാൻ, ഞങ്ങൾക്ക് ധൈര്യം നൽകുവാൻ കർത്താവേ, നീ തന്നിരിക്കുന്ന മഹാദൈവമായ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുമ്പോൾ ഞങ്ങൾ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടാതെ സകലതും പ്രാർത്ഥനയാലും അപേക്ഷയാലും ദൈവസന്നിധാനത്തിൽ അർപ്പിക്കുമ്പോൾ ആ ദൈവ സമാധാനം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന് ഞങ്ങൾ പറയുന്നവരാണ്. എന്നാൽ വിശ്വസിക്കുവാൻ, അത് യാഥാർത്ഥ്യമാക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ആ പരിശുദ്ധാത്മാവിനെ കെടുത്തുന്നവരാണോ, ദുഃഖിപ്പിക്കുന്നവരാണോ, അതോ വർദ്ധിച്ചു വരുന്നവരാണോ? പരിശുദ്ധാത്മാവിന് ബോധ്യമായതാണോ ഞങ്ങൾ ചെയ്യുന്നതെന്ന് ചിന്തിപ്പാൻ കൃപ തന്നാലും. അതിനെ കേട്ട നിന്റെ മക്കളുടെ ആവശ്യങ്ങൾ നീ അറിയുന്നുണ്ട്. ശരീരത്തിൽ ക്ഷീണിതരായിട്ടുണ്ട്, രോഗികളായിട്ടുള്ളവരുണ്ട്, കർത്താവെ പണപരമായി ഞെരുങ്ങുന്നവരുണ്ട്, പ്രായത്തിന്റെ ബലഹീനതയും ഓർമ്മക്കുറവും ഒക്കെ ഉള്ളവരുണ്ട്. ഇവയൊക്കെയും അവർക്ക് കൊടുത്തിരിക്കുന്ന ആയുസ് വരെ സന്തോഷത്തോടും സമാധാനത്തോടും പ്രത്യാശയോടും ധൈര്യത്തോടും ജീവിപ്പാൻ കൃപ കൊടുക്കണമേ. ഞങ്ങളെ മറ്റുമായി താഴ്ത്തുന്ന കർത്താവേ, ഞങ്ങളെ സഹായിച്ചാട്ട് ഞങ്ങൾക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ആ നടത്തിപ്പ്, കാവല് വീണ്ടും തരുമാറാകണം. അടിയങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ട ദൈവജനമേ, മഹാദൈവമായ പരിശുദ്ധാത്മാവ് നമ്മൾ വസിക്കുമ്പോൾ അതിനെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുകയോ കെടുക്കുകയോ ബോധ്യമായി ഇത് ചെയ്യുന്നവരോ നാമെന്ന് നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ്.